ഹായ് ഓൾ. അപ്പോൾ നമ്മൾ പ്രൊഡക്റ്റ് എങ്ങനെ പർച്ചേസ് ചെയ്യാം, പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്തുകൊണ്ട് സ്റ്റാർട്ടപ്പ് പ്ലാനിലൂടെ നമുക്ക് എങ്ങനെ ആക്ടിവേഷൻ ചെയ്യാം എന്നുള്ളതാണ് നോക്കുന്നത്. നമ്മുടെ ഡാഷ്ബോർഡ് എടുത്തു കഴിഞ്ഞാൽ നമുക്കിവിടെ ഈ QR എന്ന് പറയുന്ന ഈ പ്ലേസിന്റെ തൊട്ട് താഴെ ഒരു കാർട്ട് കാണാൻ പറ്റും. നമുക്ക് ഈ ഷോപ്പിയുടെ ഒരു കാർട്ടാണ്. അപ്പോൾ ഇതിൽ നമുക്ക് ഫാസ്റ്റ് ട്രാക്ക് എന്ന് പറയുന്ന ഒരു സെക്ഷൻ സെലക്ട് ചെയ്യണം. ഷോപ്പ് നൗ ഫാസ്റ്റ് ട്രാക്കിൽ ചൂസ് എ പ്ലാൻ വന്നിട്ടുള്ളത് സ്റ്റാർട്ടപ്പ് പ്ലാനാണ് ഇപ്പോൾ നിലവിൽ വന്നിട്ടുള്ളത്. സ്റ്റാർട്ടപ്പ് പ്ലാൻ ക്ലിക്ക് ചെയ്യാം. ശേഷം നമുക്ക് ഒരുപാട് പ്രൊഡക്റ്റുകൾ അവൈലബിൾ ആണ്. ന്യൂട്രാസ്യൂട്ടിക്കൽ പ്രൊഡക്റ്റുകൾ അവൈലബിൾ ആണ്. പിന്നെ മറ്റ് 1000 രൂപയുടെ നാപ്കിൻ അവൈലബിൾ ആണ്. മെറ്റീരിയൽ ആയിട്ടുള്ള പാൻസ് മെറ്റീരിയൽ, ഷർട്ട് മെറ്റീരിയൽ അവൈലബിൾ ആണ്. ഒരുപാട് പ്രൊഡക്റ്റുകൾ ഇനി വരാനുണ്ട്. അപ്പോൾ ഇതിലോട്ട് നമ്മൾ കണക്ട് ചെയ്തുകൊണ്ട് നമുക്ക് ഇഷ്ടപ്പെട്ട പ്രൊഡക്റ്റ് 10 PBയുടെ പ്രൊഡക്റ്റാണ് നമ്മൾക്ക് ഈ പറയുന്ന സ്റ്റാർട്ടപ്പ് പ്ലാൻ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് വേണ്ടത്. അപ്പോൾ ഏത് പ്രൊഡക്റ്റ് സെലക്ട് ചെയ്യുന്നു, ഈ പ്രൊഡക്റ്റുകളെ കുറിച്ചുള്ള പൂർണ്ണമായിട്ടുള്ള വിവരണങ്ങൾ നമുക്ക് ഡെയിലി ബേസിൽ സൂമിൽ നടക്കുന്നുണ്ട്. നമ്മുടെ അടുത്ത് PDFകൾ അവൈലബിൾ ആണ്. അപ്പോൾ ഏത് പ്രൊഡക്റ്റ് നമ്മൾ പർച്ചേസ് ചെയ്യണം എന്ന് നോക്കിയിട്ട് എന്ത് ചെയ്യാം, ഒരു പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്യാം. ഞാനിപ്പോൾ ഫോർ എക്സാമ്പിൾ ഇവിടുന്ന് സൗണ്ടഡ് ഫ്ലോ ആണ് പർച്ചേസ് ചെയ്യുന്നത്. ഇതിൽ വ്യൂ ഉണ്ട്, വ്യൂവിലെ ഡീറ്റെയിൽസ് എടുക്കുക. അപ്പോൾ വ്യൂ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് അതിന്റെ ഡീറ്റെയിൽസ് എടുത്തു കഴിഞ്ഞാൽ ഡീറ്റെയിൽസ് മൊത്തത്തിൽ കാണാൻ പറ്റും. വ്യൂ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ ആഡ് ടു കാർട്ട് ഉണ്ട്. ആഡ് ടു കാർട്ട് അടിക്കുന്ന സമയത്തോട്ട് ഈ ഒരു ലോഗിൻ IDയിലാണോ നിങ്ങൾ ഇത് പർച്ചേസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നതെന്ന് ചോദിക്കും. അപ്പോൾ നമ്മൾ കൺഫർമേഷൻ യെസ് കൊടുക്കാം. യെസ് കൊടുത്തു കഴിഞ്ഞാൽ അത് സക്സസ് ആയിട്ട് നമ്മുടെ കാർട്ടിലോട്ട് ആഡ് ചെയ്യും. നമ്മൾ ഫ്ലിപ്കാർട്ട്, ആമസോൺ അത്തരം കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യുന്ന അതുപോലെ തന്നെയാണ്. പിന്നെ നമ്മൾ ഈ കാർട്ടിലോട്ട് പോകുക, ബാഗിലോട്ട് പോകുക, ഷോപ്പിംഗ് ബാഗിലോട്ട് നമ്മൾ പോയി കഴിഞ്ഞാൽ നമുക്ക് നമ്മൾ പർച്ചേസ് ചെയ്തിട്ടുള്ള, നമ്മൾ സെലക്ട് ചെയ്തിട്ടുള്ള ആ ഒരു ഐറ്റം ഇവിടെ കാണാൻ സാധിക്കും. അതിന്റെ MRP റേറ്റ് കാണാൻ സാധിക്കും, അതിന്റെ ODB റേറ്റ് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ശേഷം നമ്മളോട്ട് പ്ലേസ് ഓർഡർ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നമുക്കിവിടെ അഡ്രസ്സും കാര്യങ്ങളൊക്കെ ചോദിച്ചു. ഞാൻ ഓൾറെഡി അഡ്രസ്സ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അഡ്രസ്സും കാര്യങ്ങളൊക്കെ ചോദിക്കുക. അഡ്രസ്സ് കറക്റ്റായിട്ട് അടിച്ചു കൊടുക്കുക. പിന്നെ വരുന്നത് ബൈ കൊറിയർ ആണ് നമുക്കിവിടെ സെലക്ട് ചെയ്യാനുള്ള ഓപ്ഷൻ ആയിട്ട് വരുന്നത്. ബൈ കൊറിയർ ഷിപ്പിംഗ് അഡ്രസ്സ് ചോദിക്കുന്നുണ്ട്. അഡ്രസ്സ് ഏത് അഡ്രസ്സാണ് നമ്മൾ സെലക്ട് ചെയ്യുക. നമുക്ക് ആർക്ക് വേണമെങ്കിലും എന്ത് ചെയ്യാം, അയച്ചു കൊടുക്കാനുള്ള ഒരു അവസരമുണ്ട്. അപ്പോൾ ആ അഡ്രസ്സ് ഇവിടെ സെലക്ട് ചെയ്യാം. ഇവിടെ ആഡ് ന്യൂ ഷിപ്പിംഗ് അഡ്രസ്സ് അടിച്ചു കൊടുത്താൽ പുതിയ അഡ്രസ്സ് ക്രിയേറ്റ് ചെയ്യാനും മറ്റൊരാൾക്ക് അയച്ചു കൊടുക്കാനുള്ള ഒക്കെ അവസരങ്ങൾ ഇവിടെ അവൈലബിൾ ആണ്. ഇതിന് ശേഷം പ്രൊസീഡ് എന്ന് ക്ലിക്ക് ചെയ്യാം. പ്രൊസീഡ് എന്ന് ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മുടെ ഡീറ്റെയിൽസ് അവിടെ കാണിക്കും. കൺഫർമേഷനുള്ള ഡീറ്റെയിൽസ് അവിടെ കാണിക്കും. യൂസർ നെയിം ID കാണിക്കും. ഷോപ്പിംഗ് ID കാണിക്കും. ശേഷം ഓക്കെ കൊടുക്കുക. നമ്മൾ എന്റെ ഈ IDയിൽ നിന്നാണ് ഇത് പർച്ചേസ് ചെയ്യുന്നത് എന്ന് അവിടെ കൺഫേം ആക്കാൻ വേണ്ടിയിട്ടാണ്. ശേഷം കൺഫർമേഷൻ ഇവിടെ ബൈ കൊറിയർ ഷിപ്പിംഗ് അഡ്രസ് എന്നുള്ളത് കൺഫർമേഷൻ അപ്ലോഡ് പേയ്മെന്റ് ഡീറ്റെയിൽസ് എന്ന് പറയുന്ന ആ ഒരു ഭാഗം ക്ലിക്ക് ചെയ്യുക. ശേഷം കൺഫർമേഷൻ ക്ലിക്ക് ചെയ്യുക. നമുക്കിവിടെ വരുന്നത് 1340. കാരണം എന്ന് വെച്ചാൽ 100 രൂപ നമുക്ക് കൊറിയർ ചാർജ് ആയിട്ട് വരുന്നുണ്ട്. അത് നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും. കൊറിയർ ചാർജ് ആയിട്ട് നമുക്കിവിടെ വരുന്ന എമൗണ്ട് എന്ന് പറയുന്നത് ഇവിടെ GST ഷിപ്പിംഗ് ചാർജ് 84 രൂപ, പിന്നെ ഷിപ്പിംഗ് GST വരുന്നത് 15 രൂപ. അപ്പോൾ GST കാര്യങ്ങളെല്ലാം പേയ്മെന്റ് ചെയ്തുകൊണ്ടുള്ള ഒരു സാധനമാണ് നമ്മുടെ കയ്യിലോട്ട് കിട്ടുന്നതെന്ന് മനസ്സിലാക്കുക. അപ്പോൾ ഇവിടെ അപ്ലോഡ് പേയ്മെന്റ് കൺഫർമേഷൻ എടുത്തു കഴിഞ്ഞാൽ ഈ റെസിപ്റ്റ് എന്ന് പറയുന്ന സ്ഥലത്ത് നമ്മൾ ഈ ബാങ്ക് അഡ്രസ്സിലോട്ട്, ഈ പറയുന്ന ബാങ്ക് അഡ്രസ്സിലോട്ട് നമ്മളൊരു പേയ്മെന്റ് ചെയ്തു കൊടുത്തു. ഈ ഒരു എമൗണ്ട് നമ്മൾ ചെയ്തു കൊടുത്തതിന് ശേഷം അതിന്റെ റെസിപ്റ്റ് ഇവിടെ അപ്ലോഡ് ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ട കാര്യം. റെസിപ്റ്റ് അപ്ലോഡ് ചെയ്തതിന് ശേഷം UTR നമ്പർ എന്ന് പറയുന്നത് യുണീക്ക്, എല്ലാവർക്കും ഡിഫറെന്റ് ആയിട്ടുള്ള നമ്പറുകളാണ്. ആ നമ്പർ കൂടി ഇവിടെ ആഡ് ചെയ്ത് കൊടുക്കണം. കൺഫർമേഷൻ UTR നമ്പർ, ഇത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പാർട്ടാണ്. ഇത് ആഡ് ചെയ്ത് കൊടുക്കുക. കാരണം നമ്മൾ മറ്റൊരാളുടെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് ഇതിൽ അപ്ലോഡ് ചെയ്യാമെന്ന് വിചാരിക്കുന്നൊന്നും നടക്കത്തില്ല. UTR നമ്പർ കറക്റ്റ് ആയിരിക്കണം. അപ്പോൾ പേയ്മെന്റ് സിസ്റ്റം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വളരെ ശ്രദ്ധിച്ച് വേണം ചെയ്യാൻ വേണ്ടിയിട്ട്. പേയ്മെന്റ് ടൈപ്പ് നമ്മൾ നെറ്റ് ബാങ്കിങ്, ബാങ്ക് ഡെപ്പോസിറ്റ്, ഗൂഗിൾ പേ, ഫോൺ പേ, ആമസോൺ ഏതിലാണോ നമ്മൾ ചെയ്തത് ആ ഇത് കൂടി ഇതിലോട്ട് ചെയ്യുക. ശേഷം നമ്മൾ പേയ്മെന്റ് ഡേറ്റ് അടിച്ചു കൊടുക്കുക. ഡെപ്പോസിറ്റർ നെയിം അടിച്ചു കൊടുക്കുക. നമ്മൾ എല്ലാവർക്കും ഓരോ പേരുണ്ടാവും, ആ പേര് അടിച്ചു കൊടുക്കുക. ഡെപ്പോസിറ്റർ മൊബൈൽ നമ്പർ അടിച്ചു കൊടുക്കുക. ഈ നമ്മൾ ഗൂഗിൾ പേ എന്ന് ചെയ്യുന്നതിന് ആ മൊബൈൽ നമ്പർ അതിൽ അടിച്ചു കൊടുത്തിട്ട് സബ്മിറ്റ് ചെയ്യുന്ന മുറയ്ക്ക് നമുക്കത് ആ ഓർഡർ എന്ത് ചെയ്യും, അവിടെ പ്ലേസ് ആയിട്ട് നമ്മുടെ അക്കൗണ്ടിലേക്ക് അത് കയറും. ശേഷം ബാക്കിയുള്ള കാര്യങ്ങൾ, ഈ പ്ലേസ്മെന്റിന്റെ ശേഷമുള്ള കാര്യങ്ങൾ അടുത്ത വീഡിയോയിൽ പറയും. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ആക്ടിവേഷനുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ ചെയ്യാനുള്ളത്. നമ്മുടെ പ്രൊഡക്റ്റ് സെലക്ട് ചെയ്യുമ്പോൾ നമ്മൾ വളരെ ശ്രദ്ധിക്കുക. നമുക്ക് ആവശ്യമുള്ള പ്രൊഡക്റ്റ് ഏതാണെന്ന് നോക്കിയിട്ട് സെലക്ട് ചെയ്യുക. നമ്മൾ ജസ്റ്റ് ഒരു നാപ്കിൻ എടുത്ത് 1000 രൂപയുടെ നാപ്കിൻ എടുത്ത് അത് നമ്മുടെ വീട്ടിലേക്ക് വരുന്നതിന് പുറമെ നമുക്ക് ഉപകാരപ്പെടുന്ന, ഹെൽത്തിന് കൂടി ഉപകാരപ്പെടുന്ന ഏതെങ്കിലും പ്രൊഡക്റ്റ് എടുത്ത് നിങ്ങൾ വരികയാണെങ്കിൽ അതിന്റെ റിസൾട്ട് കൂടി നമുക്ക് മറ്റുള്ളവർക്ക് കാണിച്ചു കൊടുക്കാൻ പറ്റും. നമ്മളൊരു കമ്പനി വർക്ക് ചെയ്യുമ്പോൾ ആ കമ്പനി പ്രൊവൈഡ് ചെയ്യുന്ന പ്രൊഡക്റ്റ് നമ്മൾ യൂസ് ചെയ്യുമ്പോൾ അതിന്റെ ബെനിഫിറ്റ് നമുക്ക് കിട്ടുന്നതാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം വളരെയധികം സന്തോഷം എന്ന് പറയുന്നത്. അപ്പോൾ എന്നാലും നമുക്ക് മറ്റൊരാൾ പറയുമ്പോൾ അതിന്റെ കോൺഫിഡൻസ് ലെവൽ നമുക്ക് വർദ്ധിപ്പിക്കാൻ പറ്റത്തുള്ളൂ. ഇവിടെ നമുക്ക് നോക്കി ഈ ടൂണ് ഒരുപാട് പ്രൊഡക്റ്റ് ഉണ്ട്. ആ പ്രൊഡക്റ്റിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് ഒക്കെ നമുക്ക് അവൈലബിൾ ആണ്. അപ്പോൾ ഇത്തരം പ്രൊഡക്റ്റുകൾ എടുത്തുകൊണ്ടാണ് നമ്മൾ 10 PBയുടെ പ്രൊഡക്റ്റ് എടുത്തുകൊണ്ടാണ് സ്റ്റാർട്ടപ്പ് ക്ലബ്ബായിട്ടുള്ള ഈ ഒരു ക്ലബ്ബ് ആക്ടിവേഷൻ ചെയ്യുന്നത്. ആക്ടിവേഷന്റെ കാര്യങ്ങളാണ് ഇപ്പോൾ പറഞ്ഞത്. എന്തെങ്കിലും ഡൗട്ടുകളോ സംശയങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങളുടെ അസോസിയേറ്റുമായിട്ട് കൂടി ചർച്ച ചെയ്തുകൊണ്ട് ആ കാര്യങ്ങളൊക്കെ ചെയ്യുക. താങ്ക് യു സോ മച്ച് എവരിബഡി.